അസ്സലാമലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ ഷീഖ് കബാബാണ്. അത് ഞാൻ ഒരു 1/2 കിലോ പോത്തിറച്ചി വാങ്ങിയിരുന്നു. അത് നല്ല കഴുകിങ്ങാണ്ട് ഓട്ടപാത്രത്തിലിട്ടുങ്ങാണ്ട് വെള്ളം വടിയാൻ വെക്കണം. ഇത് വെള്ളം വടിഞ്ഞതിൻ്റെ ശേഷം ഈ മിക്സീൻ്റെ ജാറിൽ ഇട്ടുങ്ങാണ്ട് നല്ല ഒന്ന് അരച്ചെടുക്കണം. എല്ലില്ലാത്ത ഇറച്ചിയായിരിക്കണം, അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറ് കേടുവരും. നമ്മളെ ഈ കൈമ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയ മസാലയൊക്കെ നോക്കാം. ഇതിന് നമുക്ക് വേണ്ടിയ ഗരം മസാല നോക്കാം. 4 ഉണങ്ങിയ മുളക്, ഉലുവ, പട്ടിയും കറാമ്പും, കുരുമുളക്, കസ്തൂരി മേത്തി, ജീരകം. ഇതൊന്ന് നല്ലൊന്ന് ചൂടാക്കി കൊടുക്കണം. ചൂടായാൽ മതി. ഇത് വറുത്ത് പൊടിക്കാനാണ്. മതി, ഇതായിട്ടുണ്ട്. ഇനി അത് സ്റ്റവ് ഓഫ് ആക്കട്ടെ. ഇത് കരിഞ്ഞു പോകും. ഒന്നും കൂടി ഒന്ന് ഇതാക്കി കൊടുക്കണം. ഇനി ഇതിന് വേണ്ടിയ പച്ചമസാല നോക്കാം. 1 ഉള്ളി, 5 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പും, 1 ചെറുനാരങ്ങ. എണ്ണ തവ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാനാണ്. ഇനി നമ്മളെ ഉള്ളി പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മസാല റെഡി ആകുമ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. സ്ലോ ആയിട്ട് വേണം വെക്കാൻ. നമ്മൾ മസാല പൊടിച്ച് വെക്കുക. ഇതൊക്കെ ഒന്ന് അരക്കണം. ഈ നമ്മളെ മസാല നല്ല അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേ പരുവത്തിൽ വേണം അരക്കാൻ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കട്ടോ. 1 സ്പൂണ് ഉപ്പുപൊടി, 2 സ്പൂണ് കടലമാവ് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വീട്ടിൽ ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ചൊരു ബട്ടർ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഒരു 2 ക്യൂബായിട്ട് ഇതിലേക്ക് ബട്ടർ മിക്സ് ആക്കി കൊടുക്കേണ്ടി. നല്ല ടേസ്റ്റിനാണത്. നമ്മൾ ഈ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പച്ചമസാല. ഈ ഉള്ളി പൊരിച്ചിടുന്നത് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഉള്ളി പൊരിച്ചിടുന്നത്. പിന്നെ 1/2 സ്പൂണ് ഇഞ്ചി പൂണ്ട് പേസ്റ്റും. ഇനി ഇതിലേക്ക് അര ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നല്ല ഈ ബട്ടറും മസാലയൊക്കെ നല്ല ഒന്ന് മിക്സ് ആവണം. മിക്സ് ആയണ വരെ ഒന്ന് നല്ല കുഴച്ചെടുക്കുക. തവയിൽ എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്കിത് ആവശ്യത്തിനുണ്ട് സൈസ് നോക്കി ഉരുണ്ട പൊടിച്ച് വെക്കട്ടോ. ഇത് ഉരുണ്ട പൊടിച്ച് തട്ടി വെക്കുകയാണെങ്കിൽ എണ്ണ ചൂടായതിൻ്റെ ശേഷം വേഗം ഒന്ന് അതിൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അതിങ്ങനെ ഉരുണ്ട പൊടിച്ച് തട്ടി കൊടുക്കുമ്പോൾ എണ്ണ ഒന്ന് കരിയും, ഒന്ന് സ്ലോ ആയി പോകും. അതുകൊണ്ട് എല്ലാം കൂടി ഇങ്ങനെ ഉരുണ്ട പൊടിച്ചിട്ട് തട്ടി വെച്ചെടുത്ത് പിന്നെ ഇട്ട് കൊടുക്കണം.
നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഷീക്ക് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴുകി നമ്മൾ ഓട്ടപാത്രത്തിലിടുമ്പോൾ എല്ലാ വെള്ളം വറ്റിൻ്റെ ശേഷം വേണം മിക്സിയിലിട്ട് അരക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര വെള്ളം ഉണ്ടാവും കുറേ. ഇത് ഇട്ടതിൻ്റെ ശേഷം കയ്യിലോണ്ട് ഇളക്കാൻ പോകണ്ട കേട്ടോ. അത് വെള്ളത്തിലിട്ട് നമ്മൾ കഴുകി അരക്കുന്നത് കൊണ്ട് സ്മൂത്തായിട്ടുണ്ടാവും. അതുകൊണ്ട് വേഗം പൊട്ടാൻ്റെ ചാൻസ് ഉണ്ട്. അതിന് കയ്യിലിട്ട് ഇളക്കാൻ പോകണ്ട. അത് നല്ലൊന്ന് ഇതാവട്ടെ, പൊരിഞ്ഞിട്ടെ. പൊരിഞ്ഞതിൻ്റെ ശേഷം ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളെ ഈ ഷീഖ് കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.